ഒരു 2-3 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരാൾ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമന്റിന്റെ പുറകെ പോവും, നമ്മൾ അവർക്ക് മറുപടി കൊടുക്കും. അങ്ങനത്തെ രീതിയിലാണല്ലോ. ഇപ്പോ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് തന്നെ അവര് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ് എന്ന് വിചാരിക്കും. ഇപ്പോ നമുക്ക് ഇപ്പൊ ഞാൻ നടന്നിങ്ങനെ റോഡിൽ കൂടി പോവാണ്. ഇപ്പോ ജസ്റ്റ് ഇപ്പം എന്റെ ദേശത്തൂടെ പോകുമ്പോഴാണെങ്കിൽ തലയെടുപ്പോട് കൂടിയൊക്കെ ഇങ്ങനെ നടക്കുമ്പം ആൾക്കാർക്ക് അറിയാം എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞൊന്ന് ചിരിക്കും, അല്ലെങ്കിൽ തല ഇങ്ങനെ കുമ്പിടും. ആ റെസ്പെക്ട് ഉണ്ടല്ലോ, അത് കാണിക്കുന്ന മനുഷ്യർ തരുന്ന ആ ഒരു റെസ്പെക്ടിന് മേലെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ 2500 പേര് ഡെയിലി നമുക്ക് മെസ്സേജ് അയക്കും, ഞാൻ വളം വാങ്ങി, മാല വാങ്ങി, അച്ഛന് എന്താ പറയാ ഈ ഓട്ടോറിക്ഷ എടുത്ത് കൊടുക്കാൻ പറ്റി, അങ്ങനെയൊക്കെയുള്ള മെസ്സേജുകൾ ഉണ്ടല്ലോ. ആ ബർത്തി ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ട്. നമ്മൾ ഓരോ നിമിഷവും ജീവിക്കുന്ന ഓരോ നിമിഷവും എന്താ പറയാ ഭൂമിയിൽ വേർത്തി ആയിട്ട് ജീവിക്കുന്നു എന്ന് നമ്മൾക്ക് ഒരു ഗുഡ് ഫീൽ കിട്ടുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ. അതിന് മേലെ അല്ലല്ലോ ഇതൊന്നും. അതുകൊണ്ട് ഇതൊന്നും എന്നെ ഇപ്പൊ അഫക്ട് ചെയ്യുന്നില്ല. ഒരു കാതി കൂടി കേട്ട് കളയാന്നുള്ളത് മാത്രം. എങ്കിലും ആ ടൈമിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുണ്ടായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ മിസ്സസ് കേരള, ഞാൻ ഈ ഒരു ബ്രേക്ക് ദ സ്റ്റീരിയോ ടൈപ്പ് കൺസെപ്റ്റ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ലോക്ക്ഡൌണിൽ മിസ്സസ് കേരള പങ്കെടുക്കാൻ പോയത്. അന്ന് മിസ്സസ് കേരളയുടെ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്യാമറാമാൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, അങ്ങോട്ടേക്ക് മാറിയേക്ക്, കാറ്റ് വന്നാ മറിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് സ്റ്റേജിൽ കയറാൻ നിൽക്കുക. എന്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ ആ സ്റ്റേജിൽ വന്നിട്ട് സെക്കൻഡ് റണ്ണർ ക്രൗൺ വെക്കുമ്പോൾ ആ ചേട്ടൻ എന്റെ നേരെ മുന്നിൽ വന്നിരിക്കണ്ടേ. അപ്പൊ അതായിരുന്നു എനിക്ക് ഏറ്റവും വേർത്തി ആയിട്ട് ഫീൽ ചെയ്ത. പുള്ളിക്ക് ഞാൻ ആൻസർ കൊടുത്തല്ലോ. പുള്ളി എന്നോട് പറഞ്ഞതിന് ആൻസർ ഞാൻ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കാണിച്ചു കൊടുത്തു. അത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിലെ മുതൽ എൻ്റെ ഗോൾ അതായിരുന്നു, എൻ്റെ ശരീരത്തിൽ നിന്ന് ആൾക്കാരുടെ ശ്രദ്ധ മാറ്റി എൻ്റെ കഴിവുകളിലേക്ക് വിടുക എന്നുള്ളത്. അത് ഈ ഒരു 29 വർഷം എനിക്കത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് ഞാൻ ഈ അതിന്റെ ആ ഒരു അച്ചീവ്മെന്റ്സ് തരുന്ന മെസ്സേജും അത് തന്നെയാണ്. ഈ 29 വർഷം ഞാൻ ഈ സെൽഫ് ലവ് എന്നൊരു കീ പോയിന്റ് അവിടെ ഉണ്ടായിരുന്നില്ല. അസുഖം വന്നതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ ആഗ്രഹത്തോടെ ജീവിക്കണം എന്ന് തോന്നിയതും എത്ര ദിവസം ഈ ഭൂമിയിൽ ജീവിക്കുന്നു അത്രയും ദിവസം വൃത്തിയായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ഫീൽ വന്നത്. ആ ഒരു സെൽഫ് ലവ് ആണ് എന്നെ ഇപ്പോ ലീഡ് ചെയ്യുന്നത്. അന്ന് ആ ക്രൗൺ വിൻ ചെയ്തതിന് ശേഷം ഒരുപാട് കമ്പനികളുടെ പ്രോഡക്റ്റിന്റെ ഒക്കെ മോഡലായിട്ട് ചെയ്തിട്ടുണ്ട്. പറക്കാട്ടിന്റെ മോഡലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യ നടത്തിയ ഗോ ഗ്ലോറിയസ് എന്ന് പറഞ്ഞിട്ടൊരു ഇവന്റ് ഉണ്ടായിരുന്നു. അതിൽ കേരളത്തിൽ നിന്നുള്ള 1200 പേരിൽ സെലക്ട് ചെയ്തതിൽ ഞാൻ ലാസ്റ്റ് 16 വരെ എത്തിയിട്ടുണ്ട്. അത് നോൺ മലയാളീസും മലയാളീസും ഒക്കെ ഉള്ള ഒരുപാട് റൗണ്ട്സ് ഉള്ള, നമ്മൾ ഒരു പേജന്റിൽ 25 പേര് കൂടെ മത്സരിക്കുന്ന പോലെ അല്ല 1200 പേരുടെ കൂടെ മത്സരിക്കുന്നത്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര വലിയ അച്ചീവ്മെന്റും കോൺഫിഡൻസും ഒക്കെ തന്നിട്ടുണ്ട്.